യു.എയിൽ ടൂറിസ്റ്റ് സന്ദർശക വിസ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. സന്ദർശക വിസയിലും ടൂറിസ്റ്റ് വിസയിലും രാജ്യത്തെത്തി മടങ്ങാത്തവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് നിയമങ്ങൾ കർശനമാക്കിയിരിക്കുന്നത്. എന്നാൽ കൃത്യമായ രേഖകളുണ്ടെങ്കിൽ സുഗമമായി രാജ്യത്തെത്താം. സന്ദർശക ടൂറിസ്റ്റ് വിസകളിൽ രാജ്യത്തെത്തി കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോകാതെ നിയമം ലംഘിച്ച് യു.എയിൽ താമസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് കർശനമായ പ്രവേശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ അധികൃതർ നിർബന്ധിതരായത്. ടൂറിസ്റ്റ് സന്ദർശക വിസകൾക്ക് അപേക്ഷിക്കുമ്പോൾ QR കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയും അല്ലെങ്കിൽ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ രേഖകളും മടക്ക യാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പ് സമർപ്പിക്കണമെന്നതാണ് പുതിയ നിബന്ധന. ഓൺലൈനിൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ എമിഗ്രേഷൻ വെബ്സൈറ്റിൽ ഹോട്ടൽ ബുക്കിംഗ്, റിട്ടേൺ ടിക്കറ്റ് രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായി ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കി. ഇപ്പോൾ ദുബായ് ഇമിഗ്രേഷൻ ട്രാവൽ ഏജൻസി അറിയിച്ചിരിക്കുന്ന പുതിയ നിബന്ധനകൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 ദിവസത്തെ വിസയോ 60 ദിവസത്തെ വിസയോ സന്ദർശക വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ വരുന്ന വ്യക്തികൾ അവരുടെ ഹോട്ടൽ കൺഫർമേഷൻ QR കോഡുള്ള, ദാറ്റ് മീൻസ് ബാർ കോഡുള്ള ഹോട്ടൽ കൺഫർമേഷൻ, യാത്രയ്ക്കുള്ള റിട്ടേൺ ടിക്കറ്റ് നിർബന്ധമായും വിസ ആപ്ലിക്കേഷനിൽ പോസ്റ്റ് ചെയ്താൽ മാത്രമേ വിസ പാസ്സാകുകയുള്ളൂ. ഇതിന് മുന്നുള്ള നിബന്ധന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാത് എയർപോർട്ടിൻ്റെ എമിഗ്രേഷൻ കൗണ്ടറിലാണ് കാണിച്ചിട്ട് എന്തെല്ലാം ഡോക്യുമെൻ്റാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര സംബന്ധമായ രേഖകൾ വേണം എന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ കൺഫർമേഷനും നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പല രാജ്യങ്ങളിലും ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഫാർ ഈസ്റ്റ്, സിംഗപ്പൂർ, മലേഷ്യ, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി പോകുന്ന സമയത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ട്രാവൽ ഇൻഷുറൻസ്, റിട്ടേൺ ടിക്കറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഹോട്ടൽ കൺഫർമേഷൻ ഇതെല്ലാം കൂടെ അപ്ലൈ ചെയ്താൽ മാത്രമേ വിസ പാസ്സായി വരികയുള്ളൂ. വിസ പാസ്സായി വന്നതിന് ശേഷവും ഇത്രയും ഡോക്യുമെൻ്റ് കൊണ്ടുവേണം ആ രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ക്ലിയറായിട്ട് ഇവിടെ പറയുന്നത്, ഇത്രയും ഡോക്യുമെൻ്റ് കൊണ്ട് ഈ രാജ്യത്ത് വരണം പറയുന്നത് സന്ദർശകരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. അല്ലാതെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല. യു.എയിലേക്ക് സന്ദർശക വിസയിൽ വരുന്നവർ 6 മാസത്തിൽ കുറയാത്ത കാലാവധിയുള്ള പാസ്പോർട്ട്, മടക്ക യാത്രാ ടിക്കറ്റ്, താമസിക്കാൻ ഹോട്ടലിൽ റിസർവേഷൻ ചെയ്തതിന്റെ രേഖകൾ, യാത്രാ കാലയളവിൽ ചെലവഴിക്കാനുള്ള മതിയായ തുക എന്നിവ ഉണ്ടായിരിക്കണമെന്നത് നേരത്തെയുള്ള നിബന്ധനയാണ്. എന്നാൽ ഇത് വിമാനയാത്രയ്ക്ക് മുൻപായി എമിഗ്രേഷനിൽ ആവശ്യപ്പെട്ടാൽ മാത്രം കാണിച്ചാൽ മതിയായിരുന്നു. 1 മാസത്തെ വിസയിലെത്തുന്നവർക്ക് 3000 ദിർഹമാണ് കൈവശം വേണ്ടത്, ഏകദേശം 68,000 രൂപ. 1 മാസത്തിലേറെ രാജ്യത്ത് തങ്ങാനെത്തുന്നവരുടെ കൈവശം 5000 ദിർഹം ഉണ്ടായിരിക്കണമെന്നതുമാണ് വ്യവസ്ഥ. അവർ പറയുന്നത് 3000 ദിർഹംസ് 1 മാസത്തെ വിസയിൽ വരുന്നവർക്ക് വേണം. അതുപോലെ 30 ദിവസത്തിനുള്ള ഹോട്ടൽ കൺഫർമേഷൻ വേണം. രണ്ടാമത് 60 ദിവസത്തെ വിസയിൽ വരുന്നവർക്ക് 30 ദിവസം മുതൽ 60 ദിവസം വരെയുള്ള ഹോട്ടൽ കൺഫർമേഷൻ വേണം. അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. ഹോട്ടൽ കൺഫർമേഷനും റിട്ടേൺ ടിക്കറ്റും തമ്മിൽ മാച്ച് ചെയ്താൽ മാത്രമേ വിസ പാസ്സാവുകയുള്ളൂ. ബന്ധുക്കളുടെ കൂട്ടുകാരുടെ കൂടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അവരുടെ മേൽവിലാസം, എമിറേറ്റ്സ് ഐഡിയുടെ പകർപ്പ്, വാടക കരാർ എന്നിവയൊക്കെ അധികൃതർക്ക് മുന്നിൽ സമർപ്പിക്കണം. ബ്ലഡ് റിലേറ്റീവ് ആൾക്കാർക്ക് ഹോട്ടൽ റിസർവേഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു മക്കൾ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ താമസിക്കാൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എയർപോർട്ടിൽ കാണിക്കേണ്ട രേഖ അവരുടെ പാസ്പോർട്ട് കോപ്പി കാണിക്കണം, ടെനൻസി കോൺട്രാക്ട് കോപ്പി കാണിക്കണം, പാരൻസിൻ്റെ പാസ്പോർട്ട് കോപ്പി വിത്ത് എമിറേറ്റ്സ് ഐഡി വിസ കോപ്പി കാണിച്ചാൽ അവർക്കറിയാം ബ്ലഡ് റിലേറ്റീവ് ആണെന്ന്. പക്ഷേ നിർബന്ധമായിട്ടും ടെനൻസി കോൺട്രാക്ട് ഒറിജിനൽ അതിൻ്റെ കോപ്പി കാണിച്ചേ പറ്റൂ. ടെനൻസി കോൺട്രാക്ട് കോപ്പി ഇല്ലാതെ വിസ പാസ്സാവുകയില്ല, എയർപോർട്ടിൽ നിന്ന് കയറി വരാനും ബുദ്ധിമുട്ടാണ്. യു.എയിൽ രാജ്യം വിടാതെ തന്നെ 2 തവണയായി 1 മാസം വീതം സന്ദർശക വിസ കാലാവധി നീട്ടാൻ വ്യവസ്ഥയുണ്ടെങ്കിലും ഇതിന് ഫീസ് നിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് അടിച്ച് രാജ്യത്തിന് പുറത്തുപോയി വീണ്ടും പുതിയ വിസ എടുക്കുകയാണ് പതിവ്. സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ചെലവ് കണക്കിലെടുത്ത് ട്രാവൽ ഏജൻസി മുഖേന മിക്കവരും
GCC രാജ്യങ്ങളിലേക്കും കിഷിലേക്കുമാണ് ഇതിനായി യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്ന് മാറാനുള്ള സൗകര്യം പണ്ടുണ്ടായിരുന്നു. വിസിറ്റ് വിസ ഇവിടെ തന്നെ മാറുകയാണെങ്കിൽ ഇൻസൈഡ് തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. വിസ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ 30 ദിവസത്തെ വിസിറ്റ് വിസയാണെങ്കിൽ ഇവിടെ തന്നെ പുതുക്കാം. അതിന് ചാർജ് അല്പം കൂടുതലാണ് ഈ വിസ പുതുക്കുന്നതിന്. ആ പുതുക്കുന്ന വിസ ചാർജ് കുറവായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൈറ്റിലോ ബസ്സിലോ പോയിട്ട് വിസ മാറാനോ നാട്ടിൽ പോകാതെ മറ്റുള്ള അടുത്തുള്ള രാജ്യങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരാൻ. കാരണം ഇപ്പോൾ പെർട്ടിക്കുലർ ഇന്ത്യ കേരള സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 30 ദിവസത്തെ വിസയിൽ വന്ന വ്യക്തികൾ അവർക്ക് വീണ്ടും 2 മാസത്തെ വിസ വേണമെന്ന് പറയുകയാണെങ്കിൽ ഉടനെ നാട്ടിൽ പോയി വരുന്ന ചിലവിനേക്കാളും നല്ലതാണ് അടുത്തുള്ള നിയർ ബൈ കൺട്രിയിൽ വിസ ഈ എയർപോർട്ട് ടു എയർപോർട്ട് വിസ പോയി വരുന്നത് കൊണ്ടാണ് ആൾക്കാർ ഈ നെയ്ബറിംഗ് കൺട്രി പോകുന്നത്. സന്ദർശന വിസയിലെത്തി നാട്ടിലേക്ക് മടങ്ങാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് UAE നിയമങ്ങൾ കർശനമാക്കിയത്. ഇത്തരക്കാർക്ക് പിഴ കൂടാതെ താമസം നിയമാനുസൃതമാക്കാനും നാട്ടിലേക്ക് മടങ്ങാനും പ്രഖ്യാപിച്ച പൊതുമാപ്പ് ഡിസംബർ 31 വരെ നീട്ടിയിട്ടുണ്ട്. പൊതുമാപ്പ് കാലാവധിക്ക് ശേഷം നിയമലംഘകർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് വ്യക്തമായ രേഖകളില്ലാതെ ആവശ്യത്തിന് ഫണ്ടില്ലാതെ താമസിക്കാൻ സൗകര്യമില്ല പല പ്രശ്നങ്ങളും കൊണ്ട് എത്രയോ നൂറുകണക്കിന് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ആൾക്കാർ ഈ ഇല്ലീഗാലിറ്റി ഒന്ന് ലഘൂകരിക്കുവാനും ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് യാത്രക്കാരെ കറക്റ്റായിട്ട് വരാനോ അവരുടെ കയ്യിൽ ഫണ്ടും മറ്റും സുഖസുന്ദരമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നിബന്ധനകൾ ഉണ്ടാക്കുന്നത് ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അല്ല അതുകൊണ്ടാണ് ആംനസ്റ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആംനസ്റ്റി കഴിഞ്ഞാൽ കൂടെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അവർ മറ്റുള്ള ആൾക്കാർ ഇല്ലീഗലായി താമസിക്കുന്നവർക്ക് ഭയങ്കര ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറമെ ഇപ്പോൾ ഉള്ള ആംനസ്റ്റിയിൽ ഫൈന് കൂടാതെ തന്നെ അവർക്ക് വ്യക്തമായ രേഖകൾ ഉണ്ടെങ്കിൽ വിസ റിന്യൂ ചെയ്യാൻ പറ്റും. ഫൈന് കൊടുക്കാതെ തന്നെ ഇവിടെ താമസിക്കാൻ പറ്റുന്ന കാര്യം കൂടെ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഓർക്കുക, UAEയിൽ എത്തുന്നവരുടെ സുരക്ഷ കണക്കിലെടുത്താണ് പരിശോധനകൾ കർശനമാക്കിയിരിക്കുന്നത്. കൃത്യമായ രേഖകളുണ്ടെങ്കിൽ സുഗമമായി UAEയിൽ എത്താം. വിസ കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോകാതെ നിയമലംഘിച്ച് UAEയിൽ താമസിക്കുന്നവരെ കാത്തിരിക്കുന്നത് വലിയ പിഴകളാണ്. ദിവസക്കണക്കിനാണ് പിഴത്തുക നൽകേണ്ടി വരിക.